ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പാത്തു, ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോണേ? വാപ്പാൻ്റെ കേക്ക് മുറിക്കാൻ. ഇന്ന് വാപ്പാൻ്റെ ബർത്ത്ഡേ ആണ്. ഞങ്ങൾ വാപ്പാൻ്റെ കേക്ക് കട്ട് ചെയ്യാൻ പോവാ. ഞങ്ങൾ തറവാട്ടിൽ പോവാ കേട്ടോ. തറവാട്ടിലാണ് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കണേ. തിരക്ക് കാരണം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി കേട്ടോ. ബർത്ത്ഡേ ഒക്കെ ആകുമ്പോൾ കേക്കില്ലാതെ എന്താ ആഘോഷം എന്ന് വെച്ച് കേക്ക് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ച് ആദ്യം കേക്ക് വേൾഡ് പോയി. അവിടെ എത്തിയപ്പോഴോ വെറൈറ്റീസ് ഓഫ് കേക്ക്, ഏതെടുക്കണം എന്ന് ഭയങ്കര കൺഫ്യൂഷൻ. നമുക്ക് വേണ്ടത് ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു, പക്ഷെ അതവിടെ ഇല്ലായിരുന്നു കേട്ടോ. അതവിടെ ഉണ്ടാക്കി തരണമെങ്കിൽ സമയം എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തൽക്കാലം വൈറ്റ് ഫോറസ്റ്റ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. 2 ആഴ്ച മുമ്പല്ലേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തത് ഉപ്പാൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടാണ്. ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് എൻ്റെ ഉപ്പാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഇതിപ്പോൾ ഇവിടുത്തെ വാപ്പാൻ്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ നമ്മൾ കേക്കെല്ലാം വാങ്ങി നേരെ തറവാട്ടിലോട്ട് വിട്ടു കേട്ടോ. സാധാരണ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങളാണ് അവസാനം എത്തുന്നത് എല്ലാവരും പരാതി പറയുന്ന കേട്ടോ. ഇന്ന് എല്ലാവരും എത്തുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് നേരത്തെ എത്താൻ പറ്റിയിട്ടോ. പിന്നെ ഓരോരുത്തരായി വന്ന് തുടങ്ങി കേട്ടോ. വാപ്പാക്ക് 4 മക്കളാണ് ഉള്ളത് കേട്ടോ. പിന്നെ മരുമക്കളും മക്കളും എല്ലാം കൂടെ കൂടുമ്പം ഒന്നും പറയണ്ടല്ലോ. ഞാന് കോഴി മുളകിട വെട്ടി ഉള്ളിൽ നൂല് വെട്ടാം, അതാണ് നമുക്ക് പണി. പിന്നെ ഞങ്ങളെ വീട്ടിലൊരു സ്വഭാവം ഉണ്ട് കേട്ടോ. തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊണ്ടുവന്ന് കഴിക്കുക എന്നുള്ളത് ഇങ്ങനെ കഴിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു ഹോബിയാണ്. ഇങ്ങനെ നിങ്ങളെ വീട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. ഇതാണ് കേട്ടോ വാപ്പാൻ്റെ പാട്ട് ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാത്തവർ തീർച്ചയായിട്ടും പോയി കാണണം. കണ്ടാൽ മാത്രം പോരാ, കമൻറ്റ് ചെയ്യും വേണം. വാപ്പ ചെറിയൊരു പാട്ടുകാരനും കൂടെയാണ് കേട്ടോ. ഈ ഒരു പരിപാടിക്കകത്ത് നമുക്ക് 2 പേരില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് അവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിരുന്നു. വാപ്പാൻ്റെ 2 പേരക്കുട്ടികൾ, ഒന്ന് അനു, ഒന്ന് അച്ചു ആയിരുന്നു. ഒരാൾ ദുബായിലും ഒരാൾ ബാംഗ്ലൂരും ആയിരുന്നു കേട്ടോ. ഫുഡൊക്കെ ഏകദേശം സെറ്റായി വന്നപ്പോൾ എന്നാൽ പിന്നെ കേക്ക് കട്ടിങ്ങിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. സുഹൃത്തുക്കൾ വിളിക്കുന്നുണ്ട്. ആദ്യം ഷുഗർ ഇല്ലാത്ത പോലെ നോക്കി പിടിച്ചിട്ടുണ്ട്.
കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ഭക്ഷണം വിളമ്പാനുള്ള പുറപ്പാടിലായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെ കൂടുമ്പോഴല്ലേ നമുക്ക് എല്ലാവർക്കും കൂടെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്നത്. എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പം പിറ്റത്തെ ദിവസം വർക്കിംഗ് ഡേയും കൂടെ ആയതുകൊണ്ട് ആരും തന്നെ അവിടെ സ്റ്റേ ചെയ്തില്ല. നമ്മളെല്ലാവരും വീട്ടിലോട്ട് തിരിച്ചു പോയി കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും കൂടെ വേണം കേട്ടോ. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റൂ.